ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കമ്പനിയാണ്. പവർ ജനറേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകും. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ പവർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പവർ സെക്ടറിലെ ഗുണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്ത്യ ഒരു അടുത്തൊരു 10-15 വർഷം എന്ന് പറയുമ്പോഴത്തേനും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ ഒരു പോക്കും കറക്റ്റ് ആ ഒരു ട്രാക്കിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തൊക്കെയാണ്? പുതിയ പുതിയ വ്യവസായങ്ങൾ വരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖല പുരോഗതിയിലേക്ക് വന്നു. ആ മേഖലയിൽ വിവിധ തരം ബിസിനസ്സുകൾ വന്നു. ഈ ബിസിനസ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തന്നെ പവറാണ്. അപ്പോൾ ആ പവറിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇനി വരും കാലഘട്ടത്തിൽ എന്താണ്, ഭൂമിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ ഒരു റിന്യൂവബിൾ എനർജിയിലും കൂടി നോക്കിയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു കമ്പനിക്കും അത് ഒരുപാട് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പനി ടാറ്റ പവർ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിക്കും ഒരുപാട് സാന്നിധ്യമുള്ളൊരു, ഇന്ത്യയിൽ വലിയ സാന്നിധ്യമുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള എനർജി കൂടുതലായിട്ട് ആവശ്യമുള്ള കമ്പനികളിൽ വരുമ്പോൾ ഇനിയും ഒരുപാട് ഈ അടുത്തൊരു 10-15 വർഷത്തേക്ക് ഭയങ്കര ഡിമാൻഡും ഭയങ്കര വളർച്ചാ സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ് ഈ പവർ സെക്ടർ. അതിൻ്റെ അകത്ത് തന്നെ ടാറ്റ പവറിനും ഒരുപാട് വളർച്ചാ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടാറ്റ പവറിൻ്റെ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണത്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, കാരണം നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ടായിട്ട് ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയാത്തത്. പിന്നെ നമുക്ക് ഈ സൈറ്റിൽ വേറെ നോക്കാനുള്ള അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണത്. അവർ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണത്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ 1,10,11,111 കറണ്ട് മാർക്കറ്റ് പ്രൈസ് 345. 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 362. 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 182. സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 32.2. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 94.3. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC എന്ന് പറഞ്ഞാൽ 11.7. ROE എന്ന് പറഞ്ഞാൽ 12.6. ഫേസ് വാല്യൂ 1 ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കി കഴിയുമ്പോൾ വലിയൊരു കൺസോളിഡേഷന് ശേഷം പിന്നെ അങ്ങോട്ട് നന്നായിട്ട് ബ്രേക്ക് ഔട്ട് നടത്തി വന്നേക്കണതാണ്. അപ്പോൾ ചാർട്ട് ഇപ്പോൾ നല്ലതായിട്ടൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് കണ്ടിന്യൂസ് പിന്നെ ഒരു കൺസോളിഡേഷനിലേക്കൊന്നും പോകാതെ അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്രേക്ക് ഔട്ട് വന്നു. അപ്പോൾ ഒരു വലിയ നല്ലൊരു ചാർട്ട് പാറ്റേൺ ആയിട്ട് രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് എതിരാളികളുള്ളൊരു മേഖലയും കൂടിയാണെന്നുള്ളത് ഓർമ്മ വേണം. പിന്നെ നമുക്ക് ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കാം. 2012 മാർച്ചിൽ എത്ര 26,069 ആയിരുന്നു. അത് കൂടി ഇപ്പോൾ എത്ര മാർച്ച് 2023 55,109. ട്രേഡിംഗ് ടിൽ മന്ത് 57,534. അപ്പോൾ അതിൻ്റെ സെയിൽസ് കൂടി വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ 4,884 നിന്ന് 7,728 ട്രേഡിംഗ് ടിൽ മന്ത് 9,731 വന്നേക്കണം. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 10%-നും 21%-നും ഇടയിൽ നിൽക്കുന്നു. 10-ന് താഴെ പോയേക്കണം. അപ്പോൾ 2 തവണയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് അത്ര വലിയ പ്രശ്നമില്ലാത്തൊരു കേസാണ്. ഇപ്പോൾ 10-ന് മുകളിലേക്ക് ഒരു നിൽപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് 15-ന് 14-ന് മുകളിലേക്കും കൂടിയാണ് അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഓപ്പറേറ്റിംഗ് മാർജിൻ. അപ്പോൾ അതൊരു തെറ്റില്ലാത്ത മാർജിനാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ എന്നാ നെറ്റ് പ്രോഫിറ്റ് ആദ്യം -898 അതിപ്പോൾ എത്രയായി 3,810 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ട്രേഡിംഗ് ടിൽ മന്ത് 4,149 വന്നേക്കണത്. അത് നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് കയറി വരുന്നുണ്ട്.
പിന്നെ നമുക്ക് നോക്കുമ്പോൾ റിസർവ് 2012 മാർച്ചിൽ 12,434 അതിപ്പോൾ എത്ര 29,817. പക്ഷേ കടമാണെങ്കിലോ കടവും അതിനൊപ്പം തന്നെ കയറിപ്പോണ്ട് 33,860 നിന്ന് 52,526 കൂടിയിട്ടുണ്ട്. അത് ലോങ് ടൈം ആണ് ഷോർട്ട് ടൈം ആണോ നോക്കിക്കഴിഞ്ഞാലോ ലോങ് ടൈം ബോറോയിൻസും കൂടുന്നുണ്ട്, ഷോർട്ട് ടൈം ബോറോയിൻസും കൂടുന്നുണ്ട്. അപ്പോൾ കടം കൂടുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നെ ഇതുപോലെ ടാറ്റ ഗ്രൂപ്പ് വലിയ ഒരു നല്ല വിശ്വസ്തതയുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കേണ്ടാത്തൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും നമ്മൾ കടമൊന്നും പരിഗണിച്ചേക്കണം. പിന്നെ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ്, പ്രൊമോട്ടർ 46.86 നിൽക്കുന്നു. അത് അങ്ങനെ തന്നെ തുടരുന്നു. FIS ആണെങ്കിലോ 10% നിൽക്കുന്നു. DIS ആണെങ്കിലോ 15.68 നിൽക്കുന്നു. അപ്പോൾ FISനും DISനും നല്ല വിശ്വാസ്യത ഉള്ളൊരു കമ്പനിയാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ 27.15 കാണുന്നത്. ഇനി നമുക്ക് എന്നാ ചെയ്യണം, ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കാം. ഇത് മന്ത്ലി ചാർട്ടാട്ടോ. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ കണ്ടു കഴിയുമ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ വലിയൊരു റാലി നടത്തി, അത് കഴിഞ്ഞിട്ട് വലിയൊരു കറക്ഷനും കൺസോൾട്ടേഷനൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഇവിടുന്ന് ഒരു വലിയ റാലി നടത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ നന്നായിട്ട് വോളിയൂംസൊക്കെ ഇതായിട്ടുണ്ട്. RSI വാല്യൂ ഇപ്പോൾ നിലവിൽ ഓവർ ബോട്ടായിട്ടുള്ള 76 നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വേണമെങ്കിൽ വരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്കുള്ള ലെവലുകൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ സപ്പോർട്ടുകളാണ് നോക്കണം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് 321, അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്ക് 268, പിന്നെ 236. ഇപ്പോൾ ഈ 236 to 268 ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു കർഷൻ വരുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് സപ്പോർട്ട് എടുക്കുന്ന ഒരു മേഖല ഇതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 182 അടുത്തായിരിക്കും പിന്നത്തെ സപ്പോർട്ട്. ഇതിൻ്റെ താഴത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഈ 236നും 268നും ഇടയിലായിരിക്കും നല്ല സപ്പോർട്ടുള്ളത്. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഡിമാൻഡും ഈ ഒരു വളർച്ചയൊക്കെ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ 1000 രൂപയുടെ മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന ഒരു കമ്പനിയാണിത്. പ്രത്യേകിച്ച് ഗ്രീൻ എനർജി അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ് കൂടി കിട്ടും. അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഭാവിയിലേക്ക് ഒരു ഗ്രീൻ എനർജിയൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിക്ക്, ടാറ്റ പവർ എന്ന് പറഞ്ഞ ഈ കമ്പനിക്ക് വലിയൊരു ഇതായിരിക്കും, ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. പിന്നെ ഭാവിയിലേക്ക് വലിയൊരു വളർച്ച സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ്. പ്രത്യേകിച്ച് പവർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമാണ് ഈ വരുന്ന 5, 10, 15 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പവർ കമ്പനികളൊക്കെ ഇതുപോലെയുള്ള ഈ ടാറ്റേനെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വിശ്വസിക്കാവുന്ന ഗ്രൂപ്പ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഒരു മേഖലയും കൂടിയാണ് പവർ സെക്ടർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ കമ്പനീനെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ വാങ്ങിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ, ഇതുപോലെയൊക്കെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ വരുമ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ആ സമയത്തേക്ക് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മളിപ്പോഴേ പഠിക്കണം അതിനെക്കുറിച്ച്, കമ്പനീനെക്കുറിച്ചും കമ്പനിയിൽ വളർച്ച സാധ്യതയുണ്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കും പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ. അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ച് കഴിയുമ്പോഴത്തേനും, അങ്ങനെ പഠിച്ച് വരുമ്പോൾ നമുക്ക് ആ കമ്പനീനെ പറ്റിയൊരു വിശ്വാസം വരും. അങ്ങനെ വിശ്വാസം വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ അകത്തൊരു ആത്മവിശ്വാസത്തോടുകൂടി എടുക്കാൻ പറ്റുക. അത് നിങ്ങൾ സ്വന്തം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ ഒന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.